പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വരാതെ അവൻ എങ്ങോട്ട് പോകാനാ? എടാ, ശ്യാമിന് പോകാനൊരിടം വേണ്ടേ? ഏട്ടാ, എന്ന് വെച്ച് അമ്മായിയമ്മ പരസ്യമായിട്ട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞ അഭിമാനമുള്ളൊരു ചെറുപ്പക്കാരൻ പിന്നെ ആ വീട്ടിലേക്ക് കയറുവേട്ടാ. നമ്മളാണെങ്കിൽ കയറോ? ഇല്ല. അമ്മയുടെ സ്വഭാവം നമുക്കേ സഹിക്കാൻ പറ്റുന്നില്ല, പിന്നെയല്ലേ മരുമക്കള്. അനുവും ശ്യാമും ഇതുവരെ പിടിച്ചു നിന്ന് തന്നെ വലിയ അത്ഭുത. സത്യ, ശ്യാമിനെ നീ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരണം സത്യ. ഇല്ലെങ്കിൽ സോനയ്ക്ക് ലൈഫില്ലാതാവുന്ന കൂടി നമ്മൾ കാണേണ്ടി വരും. അത് അവൾ കൂടി മനസ്സിലാക്കണേ എന്തിനേട്ടാ. അവൾ ഇങ്ങനെ അമ്മയ്ക്ക് സപ്പോർട്ടുമായിട്ട് നടന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ശ്യാമിനെ അനുസരിച്ചും അംഗീകരിച്ചുമല്ലേ അവൾ നിൽക്കേണ്ടത്? എടാ, അവര് രണ്ടുപേരും നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ അമ്മയ്ക്ക് സോനയെ സ്വാധീനിക്കാൻ പറ്റും സത്യ. അവൾ ആഗ്രഹിക്കുന്നത് കൂടുതൽ സുരക്ഷിതമായൊരു നിലനിൽപ്പാ. അത് അമ്മയുടെ കൂടെ നിന്നാലേ കിട്ടുമെന്ന് അമ്മ ചിലപ്പോൾ അവളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവും. ശരിയാ, നമ്മളും പലപ്പോഴും അമ്മയുടെ കരുക്കളാവാറുണ്ട്. ഏട്ടാ, ഇതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല ഏട്ടാ. എന്ത് ശാശ്വത പരിഹാരം? ഇതിനെല്ലാം കാരണക്കാരിയായിട്ട് നിൽക്കുന്നത് നമ്മുടെ അമ്മയാ. ഒന്നുകിൽ അമ്മ മാറണം, ഇല്ലെങ്കിൽ നമ്മൾ അമ്മയെ വേണ്ടാന്ന് വെക്കണം. ഇത് രണ്ടും നടക്കില്ല സത്യം. എന്റെ മുഖത്ത് നോക്കി ഞാൻ അമ്മയുടെ മകനല്ലെന്ന് പറഞ്ഞിട്ടും എനിക്കിതുവരെ അമ്മയെ വിട്ടുപോകാൻ പറ്റിയിട്ടില്ല. അതൊരു ലോക്കാ, മാന്ത്രിക ലോക്ക്. അത് പൊട്ടിച്ച് പുറത്തു കിടക്കാൻ ഭയങ്കര പ്രയാസമാണ്.